നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റോഡ്രിഗോ ഡി ബോളിനെ ഒഴിവാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് ശ്രമിക്കുന്നു. ഈ വാർത്ത കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോൾ അത് കൂടുതൽ സജീവമായിട്ട് കേൾക്കുന്നു. ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ തോറ്റു പുറത്തായതിന് പിന്നാലെ ടീമിൽ മാറ്റങ്ങൾ വരുത്താൻ ഡിയേഗോ സിമിയോണിയും സംഘവും തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് മധ്യനിരയിൽ ഒരു മാറ്റം വരുത്തണം. റോഡ്രിഗോ ഡി ബോളിനെ വേണ്ട, അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി അത്ലറ്റിക്കോ മാഡ്രിഡ് ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ വാർത്തയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ബെലൻ സാഞ്ചസ് ഗാർസിയ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ് വാണ്ട്സ് ടു സെൽ റോഡ്രിഗോ ഡി പോൾ. അദ്ദേഹത്തെ വിറ്റൊഴിവാക്കാനാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് 2026 എക്സ്പയർ ചെയ്യുകയാണ്. റിന്യൂവലിന് വേണ്ടിയിട്ടുള്ള ടോക്കൊന്നും എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി അദ്ദേഹത്തെ വെച്ചുകൊണ്ടിരുന്നാൽ അടുത്ത സീസണിൽ ഫ്രീ ഏജൻ്റായിട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തെ വിൽക്കാനാണ് ഇപ്പോൾ അത്ലറ്റിക്കോ മാഡ്രിഡ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്ലെയർ ആഗ്രഹിക്കുന്നത് അവിടെ തുടരാനാണ്. അടുത്ത വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഇനി മറ്റൊരിടത്തേക്ക് മാറി സ്ട്രഗിൾ ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ല. അദ്ദേഹത്തിന് താല്പര്യം അത്ലറ്റിക്കോ മാഡ്രിഡിൽ തുടരാനാണ് എന്നുകൂടി റിപ്പോർട്ടുകളിൽ വരുന്നു. പക്ഷേ അത്ലറ്റിക്കോക്ക് താരത്തെ ഒഴിവാക്കണം. ഇത് ഏത് രൂപത്തിലേക്ക് മാറും എന്നുള്ളതാണ് ഇനി അർജന്റീൻ ഫുട്ബോൾ പ്രേമികൾ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്നത്. 31കാരനായിട്ടുള്ള റോഡ്രിഗോ ഡി പോൾ 2021 യുഡിനീസിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് എത്തിയത്. അവിടെ അവരുടെ മധ്യനിരയിലെ പ്രധാന സാന്നിധ്യമായി മാറുകയും ചെയ്തിരുന്നു. അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം 78 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച താരം അടുത്ത വേൾഡ് കപ്പിലും അർജന്റീനയുടെ മധ്യനിരയിലെ സുപ്രധാന സാന്നിധ്യമാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ